ഇതൊന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇന്ന് പ്രഭാഷണത്തിന് എത്തിയിട്ടുള്ളത് നമുക്കേറെ പ്രിയങ്കരനായ ലാലൻ മാഷാണ്. എല്ലാ വർഷവും ലാലൻ മാഷ പ്രഭാഷണം ഒന്നോ രണ്ടോ അവസരങ്ങളിൽ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാമായണത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് ലാലൻ മാഷ് നമ്മളോട് സംസാരിക്കുന്നത്. ലാലൻ മാഷെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഏതെങ്കിലും അവസരങ്ങളിൽ സംസാരിക്കാൻ അദ്ദേഹം കിട്ടാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും SNDPക്കും SNPCക്കും വേണ്ടി ഞാൻ ശ്രീ ലാലൻ മാഷെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ തുടക്കമെന്നോണം ആദ്യമായി ദീപാർപ്പണത്തിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിനെയും ലാലൻ മാഷയെയും ക്ഷണിക്കുന്നു. കൂചന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോക
ലങ്കാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശാഖയുടെ ആദരണീയരായ സാരഥികൾ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗുരുസ്ഥാനീയരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാലചക്രത്തിൻ്റെ ഭ്രമണത്തിനനുസരിച്ച് വീണ്ടും ഒരു കർക്കിടക മാസം സമാഗതമായിരിക്കുകയാണ്. കർക്കിടക മാസത്തെ നമ്മൾ പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ പഞ്ഞം ഉണ്ടാന്ന് ചോദിച്ചാൽ പഞ്ഞം താരതമ്യേന കുറവാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ പഞ്ഞമുണ്ട്. പഞ്ഞമുള്ളത് അന്നത്തിനും വസ്ത്രത്തിനും ഒന്നുമല്ല, വേറെന്തിനൊക്കെയോ നല്ല പഞ്ഞമുണ്ട് നമുക്കല്ലേ. ആദർശശുദ്ധിക്ക് പഞ്ഞമുണ്ട് നമുക്ക്. മൂല്യവത്തായ ധാർമ്മിക ബോധമുള്ളൊരു ജീവിതം ചിട്ടപ്പെടുന്നതിൽ പഞ്ഞമുണ്ട് നമുക്ക്. ആ രീതിയിൽ ആ പഞ്ഞം മൂലം സമൂഹത്തിൽ സദാ സംഘർഷങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒന്ന് ശ്രദ്ധ വച്ചാല്, ശ്രദ്ധിച്ചു നോക്കിയാല്, കൃത ത്രേത ദ്വാപര യുഗങ്ങൾ പിന്നിട്ട് കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ കലികാല വൈഭവ ലീലകൾ എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യർ മാത്രമല്ല, ഒന്ന് നോക്കിയാൽ നിസ്സാര കാരണങ്ങൾക്ക് പോലും പെട്ടെന്ന് കയറി പ്രകോപിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവൻ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. അതിനപ്പുറം നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കിയാൽ മനുഷ്യൻ ഇതുവരെ കെട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരിക. പല പല പേരൊക്കെ, മനുഷ്യനെക്കാളും നല്ല പേരാ. പടയപ്പ, ചക്കക്കൊമ്പൻ, അങ്ങനെ എന്തൊക്കെ കൊമ്പന്മാരൊക്കെ ഇറങ്ങി വരണതല്ലേ. അപ്പൊ അങ്ങനെ പണ്ടെങ്ങും കാണാത്ത വിധത്തില് പുലി അടുക്കള കയറി ഇന്നലെ നോക്കി. അപ്പോ കടുവയായിട്ടും പുലിയായിട്ടും കാട്ടുപന്നിയായിട്ടും ആനയായിട്ടും ഒക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി സ്വൈരവിഹാരം നടത്തുമ്പോൾ അവരെയും ഈ കലികാല വൈഭവത്തിന്റെ ലീലകൾ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കർക്കിടക മാസത്തെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കർക്കിടക മാസം 12 മാസങ്ങളിൽ ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു മാസമാണ് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ കാരണം മുന്നൊരുക്കങ്ങളുടെ നല്ല പാഠങ്ങൾ പ്രകൃതി മനുഷ്യനെ പഠിപ്പിക്കുന്ന മാസമാണ് കർക്കിടക മാസം. ഒരൊറ്റ ഉദാഹരണം പറയാം. പണ്ടൊക്കെ ഒരു മെയ്, ജൂൺ, ജൂലൈ ഒക്കെ വരുന്നതിനൊക്കെ മുൻപ് തന്നെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ കർക്കിടക മാസം വരും. അതുകൊണ്ട് വിറക് വരെ ശേഖരിച്ചുണക്കി സൂക്ഷിക്കും. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പണ്ടൊക്കെ കപ്പയൊക്കെ വെട്ടി എരിഞ്ഞ് ഉണക്കിയിരുന്നൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും പറയുകയാണ്. പക്ഷെ അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ട് മറ്റൊരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ മനുഷ്യൻ ചെയ്തേ മതിയാകുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്രകാരം മുന്നൊരുക്കങ്ങളുടെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന മാസമാണ് കർക്കിടക മാസം. ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര പങ്കുവെക്കലിൻ്റെ, ഒരുമയുടെ, ശ്രദ്ധയുടെ, ജാഗ്രതയുടെ, അതിജീവനത്തിൻ്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുന്ന മാസമാണ് കർക്കിടക മാസം. ഇതൊക്കെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓരോ വാക്കിലങ്ങോട്ട് ഒതുക്കിയത് നമുക്കറിയാം. മനുഷ്യൻ നിസ്സഹായനായി നിന്നു പോകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, അതിവൃഷ്ടി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്,
അതിൻ്റെ വൈവിധ്യമാർന്ന വികാരഭേദങ്ങളാൽ ഇവിടെ മനുഷ്യരാശിക്ക് അനുഭവിക്കാൻ തരുന്ന പരീക്ഷണങ്ങൾ നേരിടാൻ പ്രയാസപ്പെടുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതി പഠിപ്പിക്കുകയാണ് മനുഷ്യനെ. എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതെന്ന നല്ല പാഠങ്ങൾ ജീവജാലങ്ങൾക്ക് മുഴുവനായിട്ട് നൽകുമ്പോൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് പ്രത്യേകമായിട്ട് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർക്കിടക മാസം 12 മാസങ്ങളിൽ മഹനീയമായ ഒരു മാസമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ എനിക്കൊരു തോന്നലുണ്ടായത്, ഈ കർക്കിടകത്തിൻ്റെ ആ ഒരു ദുർഘട പ്രതിസന്ധി അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് കടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ഒരു പ്രതീക്ഷയും ഉത്സാഹവും സന്തോഷവും ഒക്കെ തരുന്നൊരു മാസമാണ് പൊന്നിൻ ചിങ്ങമാസം. ആ പൊന്നിൻ ചിങ്ങമാസത്തെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി നമുക്ക് സമ്മാനിക്കുന്ന അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കർക്കിടകത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു നല്ല പൊന്നിൻ ചിങ്ങമാസത്തെ നൽകുന്നതിൽ ശ്രദ്ധേയമായ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു കർക്കിടക മാസം. അതുകൊണ്ട് ആ മാസത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. താനൊന്ന് പൊയ്ക്കേ, കർക്കിടക മാസത്തെ ഇഷ്ടം അല്ലേ? ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടുകൂടെ? അതിന് എന്താ കാര്യം എന്നറിയോ? ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ഈശ്വരന്റെ തീരുമാനമാണ്. ഇത് വരും, തരും, മേടിച്ചോളണം, അനുഭവിച്ചോളണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കർക്കിടക മാസത്തിനെ ഇഷ്ടപ്പെടുക. എന്താണ് സംഘർഷഭരിതമായ ഈ നിമിഷങ്ങളിൽ നിന്ന് ശാന്തിപൂർവം നമുക്ക് കടന്നു പോകാൻ എപ്രകാരമാണ് സാധിക്കുക എന്ന് ചിന്തിച്ചിരുന്ന ഒരു പൂർവിക തലമുറയുണ്ട് നമുക്ക്. അവർ മനസ്സിലാക്കി പ്രകൃതി നൽകുന്ന ഈ പരീക്ഷണങ്ങളെ വെറും മനുഷ്യപ്രയത്നം കൊണ്ട് അതിജീവിക്കാൻ സാധ്യമല്ല. ആ തിരിച്ചറിവിന്റെ നിറവിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് അവർ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തി. അവിടെ അവർ തിരിച്ചറിഞ്ഞു, ആത്മീയമായൊരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന എപ്പോഴും വേണം, സവിശേഷമായി ഉയർത്തിപ്പിടിക്കേണ്ടുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്രദർശനം, നാമജപം, പ്രാർത്ഥന, സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം, ഇതൊക്കെ ഇതിനുള്ള ഒരു ശാന്തത ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളായിട്ട് നമ്മുടെ പൂർവിക തലമുറ നമുക്ക് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും പഠിപ്പിച്ചു തരികയും ചെയ്തു. അതും ഇങ്ങനെ തലമുറയായിട്ട് പകർന്നു നൽകുന്നതിൻ്റെ ഭാഗം അതിൽ വരുന്നു. പ്രധാനമായിട്ട് രാമായണവും, രാമായണത്തിൻ്റെ ഒരു മഹത്വമാണ്. ഈ പൂർവ്വസൂരികളായ ഋഷിപുങ്കവന്മാര് ഈ ദുർഘട പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് നമുക്ക് പ്രയോഗിക്കാനായിട്ട് നൽകിയ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ രാമായണത്തെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളത് രാമായണത്തിന്റെ മഹത്വം തന്നെയാണ്. അപ്പോ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ പകരുന്നു പരമ്പരയായി പലതും, പരമ്പരയായിട്ട് പകർന്നു കിട്ടിയ രാമായണത്തെ കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അതിനെ മനനം ചെയ്യുവാനുമുള്ള ഒരവസരം ഇവിടെയും പോണേക്കര ഈ ക്ഷേത്രാങ്കണത്തിൽ, ധന്യമായ ഈ ക്ഷേത്രാങ്കണത്തിൽ, ഈ സായം സന്ധ്യയിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് അതിന് തന്നെയാണ്. അപ്പൊ അത് പരമ്പരയായിട്ട് പകർന്നു കിട്ടിയ ആ ഒരു സംസ്കാരത്തെ സജീവമായിട്ട് നിലനിർത്തുക എന്നുള്ള ദൗത്യമാണ് നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ത്രിവിധ ഘട്ടങ്ങൾ തീർക്കുന്നതിലൊന്നാണ്. അത് രാമായണത്തിന്റെ പാരായണവും രാമായണത്തിന്റെ മനനവും കൂടെ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ഋഷിഘട്ടം തീർക്കുന്ന ഒരു മഹനീയമായ ചടങ്ങിലാണ് നാം ഓരോരുത്തരും. നമ്മൾ അറിയുന്നില്ല. അപ്പോൾ രാമായണത്തിന്റെ പ്രാധാന്യവും മാഹാത്മ്യവും ഇതൊക്കെയാണ് എങ്കിൽ എന്താണ് ഒന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ആർഷ ഭാരത സംസ്കൃതിയിൽ ശ്രദ്ധയുള്ള സാഹിത്യ നായകന്മാര് സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുള്ളത്, അവര് ആദർശ ജീവിത മാതൃകകളെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് സാധാരണക്കാർക്ക് പോലും ധർമ്മബോധമുള്ള ഒരു ജീവിതം നയിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആർഷഭാരത സംസ്കൃതിയിൽ ശ്രദ്ധയുള്ള സാഹിത്യ നായകന്മാര് സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുള്ളത് ചരിത്രമാണ്. അപ്പോ എന്താണ് ഇവരുടെ ഉദ്ദേശ്യം? അതായത് സമ്പന്നമായ ഒരു ജീവിത സംസ്കാരം നമുക്ക് പകർന്നു നൽകുന്ന ആത്മീയതയെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അവർക്ക് അറിവ് വേണം. അതിന് ചരിത്ര പുരുഷന്മാരുടെയോ പുരാണ കഥാപാത്രങ്ങളുടെയൊക്കെ
ഒരു പുനരാവിഷ്കാരം നടത്തിക്കൊണ്ട് അവരവരുടേതായ ശൈലിയിൽ നമുക്ക് അറിവുകൾ പകർന്നു നൽകുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും സവിശേഷമായി പ്രകാശിക്കുന്നു വേദസാഹിത്യം, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് വേദേതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ മനുഷ്യന് നല്ലവണ്ണം എങ്ങനെ ഈ ഭൂമിയിൽ കരഗതമായ മനുഷ്യജന്മം എങ്ങനെ ജീവിച്ചു തീർക്കാമെന്ന് പഠിപ്പിക്കുന്ന സമ്പന്നതയുടെ ഒരു ശാസ്ത്രമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ജനപ്രിയകരമായി പരിലസിച്ചുകൊണ്ടേയിരിക്കുന്ന ഇതിഹാസം എന്ന് വിളിക്കാം, അതിനെ പുരാണം എന്ന് വിളിക്കാം, അതാണ് രാമായണം. സർവാംഗീണമായ ഈ ഒരു അംഗീകാരമാണ് രാമായണത്തിന്റെ മഹത്വങ്ങളിൽ ഒന്ന്. അത് രാമായണത്തിന്റെ മഹത്വമാണ്. ഇത്രയേറെ ജനങ്ങൾ സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന. ഞാൻ ഓഫീസിൽ വന്നിരുന്നപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമായണം എത്ര വട്ടം കേട്ടാലും ആർക്കാണ് മതി വരുന്നത്? രാമായണം കേൾക്കും തോറും പുതിയ പുതിയ എന്തെങ്കിലും ഒരു കുഞ്ഞറിവെങ്കിലും അതിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് സെക്രട്ടറി എന്നോട് ചോദിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണത് ഇത് തന്നെയാണ്. എല്ലാ കൊല്ലം വന്നിട്ട് ഒരേ കാര്യം തന്നെ പറയണത്, എങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി പറയണം. അപ്പം എനിക്കൊന്ന് കർക്കിടകത്തെ ഒന്ന് വിശേഷിപ്പിക്കാം. അപ്പം കർക്കിടകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ടാണ്. അപ്പം എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും രാമായണത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഓരോ അക്ഷരമണിയും ലോകമംഗളത്തെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രകാശിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. രാമായണം പോലുള്ള ഇതിഹാസമാകട്ടെ പുരാണങ്ങളാകട്ടെ അതൊക്കെ മാനവരാശിയെ ശ്രദ്ധാപൂർവം ഇവിടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പഠിപ്പിക്കുന്ന അനശ്വരതയുടെ ശാസ്ത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാമായണം ആഗമശാസ്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താ ഈ ആഗമശാസ്ത്രത്തിന് ആചാര്യന്മാർ കൽപ്പിക്കുന്നൊരു ലക്ഷണമുണ്ടേ. ആ ലക്ഷണം ഇതാണ്: ആഗതം ശംഭുവക്ത്രേഭ്യഃ ഗതം ച ഗിരിജാമുഖേ മതം വാസുദേവസ്യ തസ്മാദാഗമമിത്യുച്യതേ. ഇതാണ് ശ്ലോകം പറയുന്നത്. ശംഭുവിന്റെ മുഖതാവിൽ നിന്നുത്ഭവിച്ചതും ബഹിർഗമിച്ചതും പാർവതിയുടെ കർണപുടങ്ങളിൽ ചെന്നു ചേർന്നതും വിഷ്ണുവിന് സമ്മതവുമായ ഈ വാക്യങ്ങൾ ആഗമം എന്ന് പറയപ്പെടുന്നു. ആഗമം. അപ്പൊ ആഗമത്തിന്റെ പ്രാധാന്യം അതാണ്. നമുക്കറിയാം, ആത്മീയമായിട്ടുള്ള ഭാരതത്തിലെ അറിവുകളൊക്കെ ഉയർക്കൊണ്ടിട്ടുള്ളത് ആഗമ ഈ ശാസ്ത്രങ്ങൾ അടക്കമുള്ള സകലതും ഉയർക്കൊണ്ടിട്ടുള്ളത് ഉമാമഹേശ്വര സംവാദങ്ങളിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാം. നമുക്ക് അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പൊ നമുക്കിവിടെ ശംഭുവക്ത്രേഭ്യഃ ശംഭുവിന്റെ ശ്രീ പരമേശ്വരന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീണ ഈ അറിവുകളെ വേറെ ആരും കേട്ടില്ല, കേട്ടത് പാർവതി ദേവിയാണ്. അതെവിടെയാ പറയണമെന്ന് വെച്ചാൽ അധ്യാത്മരാമായണത്തിന്റെ ആരംഭം ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് അധ്യാത്മരാമായണം പുരോഗമിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പാർവതി ദേവി പറയുന്നുണ്ട്: പ്രാണനാഥ ഭഗവാനെ പരമേശ്വര, അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് ക്ഷേത്രോപവാസ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു, തീർത്ഥ സ്നാനാദികളുടെ ഫലം എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു, സാഖ്യയോഗ ഷഡ്ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും പഠിക്കാനും സാധിച്ചു. ഒപ്പം മറ്റു ധർമ്മങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞ കുറേ ഉണ്ട്. മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ എൻ്റെ അജ്ഞത നീങ്ങിക്കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാരതീയ ആത്മീയ അറിവുകൾ ഉയർക്കൊണ്ടിട്ടുള്ളത് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണെന്ന് ഇതിൽ നിന്ന് തെളിയും. അങ്ങനെ ഇപ്പോൾ എനിക്കറിയേണ്ടത് ശ്രീരാമദേവന്റെ തത്വത്തെക്കുറിച്ചാണ്. ശ്രീരാമദേവന്റെ തത്വത്തെ പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ഒരാളെ ഞാൻ വേറെ കാണുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് ദയവുണ്ടായി ഞാൻ അതിന് യോഗ്യയെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ശിവഭഗവാനോട് പാർവതി ദേവി അപേക്ഷിക്കുന്നത്. അവിടെ ശ്രീ പരമേശ്വരൻ ഇങ്ങനെ പറയുകയാണ്: ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ
കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. ശ്രീരാമദേവ പാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലിയിടുവൻ കേട്ടാലും നീ. പാർവതീദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാമായണ തത്വം പോരാ ശ്രീരാമ തത്വം എന്താണ് എന്ന് പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇത് ആഗമശാസ്ത്രം തന്നെയാണ്. കാരണം ആഗമശാസ്ത്രത്തിന്റെ ലക്ഷണം ആദ്യം നമ്മൾ കേട്ടു. ആഗതം ശംഭുവക്ത്രേഭ്യഃ ഗതം ച ഗിരിജാമുഖേ മതം വാസുദേവസ്യ തസ്മാത് ആഗമമിത്യുച്യതേ എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആഗമശാസ്ത്രത്തിന്റെ ലക്ഷണം ഇവിടെ കൃത്യമാകുന്നത് കൊണ്ടാണ് രാമായണം ആഗമശാസ്ത്രമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത്. അപ്പൊ കുറെ നേരം ഈ ആഗമം വേദം എന്നൊക്കെ പറയണത് എന്താ ഈ ആഗമം? ആഗമം എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ്, സംശയിക്കൊന്നും വേണ്ട. അപ്പൊ പിന്നെ എന്തിനാ ആഗമം എന്ന് വിളിക്കണം അതിനെ? ആഗമത്തിനും വേദത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേദത്തെ എങ്ങനെ നിത്യജീവിതത്തില് പ്രയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആഗമശാസ്ത്രം. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആ തത്വത്തിന്റെ ഒരു പ്രയോഗവൽക്കരണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരികയാണ്. രാമായണം അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഒരു സഹോദരൻ നല്ല സഹോദരനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം, എങ്ങനെ നല്ല ഒരു മാതാവായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം, എങ്ങനെ നല്ലൊരു മകളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം, എങ്ങനെ ഒരു നൃപതിയായിട്ടൊരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം, എന്തായിരിക്കണം ഈ പ്രകൃതിയെ എപ്രകാരമാണ് സംരക്ഷിച്ചു നിർത്താൻ ഒരു ജീവിയായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോ ജീവജാലത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഓരോരോ ജീവജാലങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. പക്ഷേ വിശേഷ ബുദ്ധി തന്നനുഗ്രഹിച്ച മനുഷ്യൻ എത്രത്തോളം ഇതിൽ ശ്രദ്ധാവാനാണെന്നുള്ളതാണ് പ്രശ്നം. കാരണം മനുഷ്യൻ ജീവിക്കുകയല്ല. പിന്നെ എങ്ങനെയാ ജീവിക്കണത്? മൃഗങ്ങളാന്നേ. കാരണം അവരാണ് ശരിക്കും ജീവിക്കുന്നത്. മനുഷ്യൻ പിന്നെ എന്താ ചെയ്യുക? മനുഷ്യൻ ജീവിതം നയിക്കുകയാണ്. മനുഷ്യൻ അവന് വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കാര്യത്തിലൊക്കെ മനുഷ്യൻ അല്പം പുറകിലേക്ക് പോയി. അതുകൊണ്ടാണ് എത്രയൊക്കെ മലീമസമാക്കിയിട്ടും ആവർത്തിച്ചാവർത്തിച്ച് പ്രാണവായു തന്ന് അനുഗ്രഹിക്കുന്ന ശക്തിവിശേഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവൻ ഒരുമ്പെടാത്തത്. എത്രയൊക്കെ മലിനമാക്കിയിട്ടും ജീവജലം തന്ന് അനുഗ്രഹിക്കുന്ന പ്രകൃതിയുടെ കാരുണ്യത്തിന് മുൻപിൽ ഒരു നിമിഷം മൗനമായിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി എന്ന് പറയാൻ 1 മണിക്കൂറൊന്നും വേണ്ട. അതെങ്കിലും ആരും കാണാതെ, നാണക്കേട് തോന്നുമെങ്കിൽ ആരും കാണാതെയെങ്കിലും ഒന്ന് നമുക്ക് നമ്മൾ ആവർത്തിച്ച് 24 മണിക്കൂർ ഇങ്ങനെ ഒന്ന് ആഞ്ഞു വലിക്കണല്ലേ, ആരോടെങ്കിലും ചോദിക്കണ്ട, സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് നൽകുന്ന ഈ സംവിധാനത്തിന് നിയന്താവാരാണ് ചിന്തിക്കുന്നില്ല നമ്മൾ. അവിടെയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ ജീവിതം നയിക്കുകയാണ്. മറ്റ് ജീവജാലങ്ങള് പ്രകൃതി എന്താണോ അവർക്ക് നൽകുന്നത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ എന്തിനാണ് ഈശ്വരൻ മനുഷ്യന് വിശേഷബുദ്ധി തന്നത്? മനുഷ്യൻ അവന്റെ വിശേഷബുദ്ധിയെ ധർമ്മബോധത്തോടുകൂടി ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ സമസ്ത ജീവരാശിക്കും ശാന്തിപൂർവകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അതിലേക്കാണ് ഇത്തരം ചർച്ചകളും ചിന്തകളുമൊക്കെ കടന്നു ചെല്ലേണ്ടത്, കടന്നു നിൽക്കേണ്ടത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിയുന്നതും ഇത്തരമൊരു സംസ്കാരത്തിലൂടെ പോകാനുള്ള ഭാഗ്യം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് കൂടി അവരുടെ കൂടി ഹൃദയങ്ങളിലേക്ക് ഇത്തരം അറിവുകൾ സന്നിവേശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആഗമം എന്താണെന്ന് പഠിച്ചു. ആര് പഠിച്ചു? അതായത് വേദത്തെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആഗമശാസ്ത്രം. വേദം തന്നെയാണ് ആഗമങ്ങൾ. നമ്മൾ അത് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് ഈശ്വരനാണെന്ന് പഠിപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ അറിവാണ് എല്ലാറ്റിനും അടിസ്ഥാനം എന്നുകൂടി ചിന്തിച്ചേക്കുക. അപ്പൊ കിട്ടുന്ന അറിവും അതും ജീവിതത്തിന്റെ ഭാഗം തന്നെയല്ലേ. ജ്ഞാനവും വിജ്ഞാനവും പറഞ്ഞു തരുന്നുണ്ട് ശാസ്ത്രം.
മോക്ഷേതീർ ജ്ഞാനം അന്യത്ര വിജ്ഞാനം ശില്പശാസ്ത്രയോഹോ എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. അതൊക്കെ ഇരുന്നോട്ടെ അവിടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രണ്ടു തരം അറിവും വേണം. കാരണം ഒരു മനുഷ്യരെ ജന്മം കിട്ടി നമുക്ക്, നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പോൾ ആ ജീവിതത്തെ സുഖമായിട്ട് ഇവിടെ ജീവിച്ച് തീർക്കണമെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾ നല്ലതാകേണ്ടതുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കണം, സമ്പാദിക്കണം. വിഹിതമായ മാർഗത്തിൽ, ധർമാധിഷ്ഠിതമായ മാർഗത്തിൽ അധ്വാനിച്ച് സമ്പാദിച്ച് ആ ഗൃഹസ്ഥാശ്രമിയുടെ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് അതൊക്കെ നിറവേറ്റണം. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. നിന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിന് എന്തൊക്കെ ചെയ്യണം? കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം, വ്യവസായം ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടൊടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ കൂടി അഭിരമിക്കണം. അപ്പോൾ അതായത് ആത്മീയതയുടെ അടിത്തറയിൽ ഭൗതിക ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് രാമായണവും നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ആഗമ ശാസ്ത്രം നമ്മൾ ഇങ്ങനെ കണ്ടു. ഈ കർക്കിടകത്തിന്റെ പ്രാധാന്യം കണ്ടു. കർക്കിടകത്തെ കുറിച്ചിട്ട് ആശാൻ ഒരു പാട്ടും കൂടി പാടിയിട്ടുണ്ട് കേട്ടോ. സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിൽ ആശാൻ പറയുകയാണ്, കാർമുകിലിൻ കാലമീത കഴിഞ്ഞമ്പരം തെളിഞ്ഞു താർമകൾ തൻ നൃത്തമായി ധരയിലെങ്ങും. ആ ചിങ്ങമാസത്തിന്റെ വരവിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആശാൻ കാർമുകിലിൻ കാലമെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. വളരെ ഗംഭീരമായൊരു ശ്ലോകമാണ്. സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിലാണ് ഇത് പാടുന്നത്. അപ്പൊ അതിരിക്കട്ടെ, ഇത്രയും കഴിഞ്ഞെങ്കിൽ രാമായണത്തിന്റെ മഹത്വം എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ രാമായണത്തെക്കുറിച്ച് എന്തു പറഞ്ഞാൽ അത് രാമായണത്തിന്റെ മഹത്വമാണ്. രാമായണം നമ്മെ പുലർകാലത്തിൽ എഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. രാമായണത്തിലാണ് നമ്മളത് കേൾക്കുക. രാമായണത്തിൽ രാമനും ലക്ഷ്മണനും വളരെ കൗമാരപ്രായത്തിലെത്തിയ എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളുമൊക്കെ അഭ്യസിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയുടെ വരവ്. വന്നിട്ട് ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു, കുറെ ആസുരിക വാസനകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ കുട്ടികളെ ഒന്ന് വിട്ടുതരണം. അന്നും ഉണ്ട് കൊട്ടേഷൻ. ഏതിനും ഈ കുട്ടികളെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ദശരഥ മഹാരാജാവ് ഒന്ന് മടിച്ചു. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അവിടെ വസിഷ്ഠ മഹർഷി ഇടപെടും. വസിഷ്ഠ മഹർഷി പറഞ്ഞു, അവരെ അയച്ചോളൂ, ഭയപ്പെടണ്ട എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിക്കൊപ്പം രാമലക്ഷ്മണന്മാരെ അയക്കുന്നു. സരയൂ നദിയുടെ തീരത്തെത്തുമ്പോൾ സന്ധ്യ മയങ്ങുന്നു. അവർക്ക് വേണ്ടി വിശ്രമത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് കിടത്തി ഉറക്കിയിട്ട് ബ്രാഹ്മമുഹൂർത്തമായപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന രംഗമാണ് നമ്മൾ പ്രഭാതത്തിൽ അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കുന്നത്. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. അധ്യാത്മരാമായണത്തിലില്ല കേട്ടോ അത്. ഇത് വാത്മീകി രാമായണത്തിലാണ് കാണുക നമ്മൾക്ക്. അപ്പൊ വിശ്വാമിത്ര മഹർഷി കിടത്തി ഉറക്കിയിട്ട് നമ്മളൊക്കെ വിളിക്കണ പോലെ അല്ല വിളിച്ചത്. രാമോയ് ലക്ഷ്മണോയ് എഴുന്നേറ്റോട്ടോ നേരം വെളുത്ത്, അങ്ങനെയല്ല വിളിച്ചത്. എങ്ങനെയാ വിളിച്ചത്? കൗസല്യ സുപ്രജ, ശ്രേഷ്ഠയായ കൗസല്യ മാതാവിന്റെ പുത്രനായ രാമ ഉത്തിഷ്ഠ. ഇവിടെ നമ്മൾ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഒക്കെ കളഞ്ഞേക്കും. പക്ഷേ ആദ്യത്തെ പ്രയോഗം അമ്മയുടെ നാമമാണ്. പ്രിയമുള്ളവരെ, അമ്മ എന്താണ്? അമ്മ ആരാണ്? അമ്മയുടെ മഹാത്മ്യം എന്താണെന്ന് ഉദ്ഘോഷിക്കുന്നു അവിടെ. എന്നിട്ട് പറയുകയാണ്, ശ്രേഷ്ഠയായ കൗസല്യ മാതാവിന്റെ ഉദരത്തിൽ പിറന്ന നീ ശ്രേഷ്ഠനാകുന്നത് അതുകൊണ്ടാണ്. അത്ര ഗംഭീരമാണല്ലേ. അപ്പോ ഞാൻ രവിവാര പാഠശാലകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, മക്കളുണ്ട്, കുറെ മക്കളുണ്ട് എനിക്കിപ്പോ. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയും, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേക്കണം, സൂര്യോദയത്തിന് മുൻപ് എഴുന്നേക്കണം. ഗുരു അത് തന്നെ പറഞ്ഞത്, ദിവ്യതയുടെ ആ എഴുന്നള്ളത്ത് കാണാതെ പോകരുതെന്ന ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നത്. ദിവ്യതയുടെ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് സൂര്യോദയം. സൂര്യോദയ സമയത്ത് കിടന്നുറങ്ങിയാൽ അതിമാന്യം ബലമുണ്ട്. എന്താണ് അങ്ങനെ കിടന്നുറങ്ങിയാൽ സംഭവിക്കണമെന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ ഉണർന്നെഴുന്നേറ്റ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരണ്ട, മറിച്ച് സൂര്യോദയത്തിന് തൊട്ട് മുൻപ് ഉണരണം എന്നൊരു നല്ല പാഠം എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരും നമുക്ക് തരണുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് ഉണർവുണ്ടാകും, നമ്മുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കൂടും. നമുക്ക് രോഗപ്രതിരോധ ശക്തി സൗജന്യമായിട്ട് പ്രകൃതി പകർന്നു നൽകുന്ന സുന്ദര നിമിഷങ്ങളാണ് സൂര്യോദയത്തിന് മുമ്പുള്ള നിമിഷങ്ങൾ. വെറുതെ കിട്ടണല്ലേ, വാങ്ങിച്ചൂടെ? ഒന്ന് ഉണർന്നാൽ പോരെ? നമ്മുടെ ദിവസത്തെ നമുക്ക് വലുതാക്കിക്കൂടെ? അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പുലർകാലത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ. പുലർകാലത്തിൽ ഉണർന്നെഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങണം, തോണ്ടൽ കുറക്കണം. തോണ്ടൽ കുറച്ചാൽ മാത്രമേ രാത്രി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ രാത്രി നേരത്തെ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഉണർന്ന്
നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. ശരീരത്തിന്റെ ആരോഗ്യത്തോടൊപ്പം നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഉണർവും ആരോഗ്യവും നമുക്ക് കരഗതമാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവരൊക്കെ കായശുദ്ധി, ശരീരശുദ്ധിക്ക് എത്രയോ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന എന്താ കാര്യം? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ശാരീരികമായ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഇവിടെ രാമായണത്തിലും ചർച്ചാ വിഷയമാണ്. അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ. ബ്രാഹ്മമുഹൂർത്തത്തിലോട്ട് ഒന്നും ഉണരണ്ട, സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നുള്ള ഒരു ചെറിയ നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആ അമ്മയുടെ മഹാത്മ്യം രാമായണം ഒരു സ്ഥലത്തൊന്നും അല്ലട്ടാ. ലക്ഷ്മണൻ, അതായത് പട്ടാഭിഷേകം മുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ ലക്ഷ്മണന്റെ ഒരു ഉറഞ്ഞു തുള്ളലുണ്ട്. അച്ഛനാണ് പോലും, അച്ഛൻ ഒന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം നടത്തിയിരിക്കും. അപ്പൊ ഒരു വിളിയുണ്ട് രാമന്റെ, വത്സ സൗമിത്രേ. എന്താ വിളിച്ചത്? എടാ ലക്ഷ്മണ, അച്ഛൻ അങ്ങനെ ഒന്നും പറയല്ലേട്ടാ. അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ചൊരു വിളിയുണ്ട്. വത്സ പുത്ര സൗമിത്രേ, സുമിത്രയുടെ പുത്ര. അവിടെയും അമ്മയുടെ മഹാത്മ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു രാമായണം. രാമായണത്തിന്റെ മഹത്വമാണത്. മാതൃഭക്തിയുടെ, മാതൃസ്നേഹത്തിന്റെ മഹനീയമായ സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് രാമായണം പുരോഗമിക്കുന്നതൊക്കെ രാമായണത്തിന്റെ മഹത്വം തന്നെയാണ്. അപ്പോ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം, ഞാൻ പറയുന്നത് നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നീ നിന്റെ ആ ദേഷ്യമൊന്ന് നിയന്ത്രിച്ച്. ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. നീ നിസ്സാരനല്ല, നീ ചില്ലറക്കാരനല്ല ലക്ഷ്മണ, നീ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ് നീ. നിനക്കൊരിക്കലും കോപം വരാൻ പാടില്ല, എന്തിന്റെ പേരിലാണെങ്കിലും. നീ ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതെല്ലാം നടത്താൻ പ്രാപ്തിയുണ്ട്, ത്രാണിയുണ്ട് നിനക്കെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ അതല്ല വേണ്ടത്. അതൊരു നിസ്സാരനായ മനുഷ്യന്റെ വാക്കുകളായി പോകും നിനക്ക്. നീ അത് പറയാൻ പാടില്ല. ഇതെത്രത്തോളം ആ അമ്മയുടെ പ്രാധാന്യം, അമ്മയുടെ മഹാത്മ്യം. പക്ഷെ ഇത് സഹോദര സ്നേഹത്തിന്റെ ആ ഒരു തീവ്രതയിലാണ് ലക്ഷ്മണൻ പറയണമെന്ന് നമ്മൾ ചിന്തിച്ചോളണം. ഈ സഹോദരനെ സ്നേഹിക്കാനുള്ള പാഠം എവിടെന്നാ കിട്ടിയത്? അതൊന്ന് ചിന്തിച്ച്. അതാണ് രാമായണത്തിന്റെ മറ്റൊരു മഹത്വം. അത് സുമിത്രയിൽ നിന്ന് തന്നെയാണ് ലക്ഷ്മണന് കിട്ടണത്. അവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോയാൽ പെട്ടെന്ന് മനസ്സിലാകും. ഉജ്ജയിനി, വിക്രമാദിത്യന്റെ കൊട്ടാരം. ചുരുക്കിയാണ്ട പറയണം, ബാക്കി കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വിക്രമാദിത്യന്റെ കൊട്ടാരത്തില് നവരത്നങ്ങളുണ്ട്, 9 രത്നങ്ങൾ, അറിവിന്റെ നിറകുടങ്ങളാണ്. എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയും. പക്ഷെ അന്നൊരിക്കലും വിക്രമാദിത്യൻ ചോദിച്ചു, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചിട്ട് പണ്ഡിത സദസ്സിനാർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. നവരത്നങ്ങൾക്ക് പോലും സാധിച്ചില്ല. ഈ 9 പണ്ഡിതന്മാർക്കും സാധിക്കാതായപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വരരുചി. വരരുചി ഗോവിന്ദപുത്ര ചതുഷ്ടയത്തിൽപ്പെട്ട ആളാണ്. പട്ടി, ഭർതൃഹരി, വിക്രമാദിത്യൻ, വരരുചി, 4 മക്കളാണ് ഗോവിന്ദസ്വാമിക്ക്. അപ്പൊ അതില് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ്. പക്ഷേ വരരുചിക്ക് എന്തോ ഒരു ലജ്ജാഭാരവും നാണക്കേടും സങ്കടമൊക്കെ ആയി. വരരുചി കൊട്ടാരം വിട്ടിറങ്ങി. കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് അദ്ദേഹം നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, 41 ദിവസത്തിനകം ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരികെ വരില്ല, ഞാൻ ജീവനോടെ ഇല്ല എന്ന് കരുതിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. 40 ദിവസങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് 40 ദിവസം പിന്നിട്ടു കേട്ടാ. 41 ദിവസം എത്തണ്ടേ. 40ാമത്തെ ദിവസം ഒരു കാട്ടിൽ അദ്ദേഹം, ഒരു വനത്തിൽ അകപ്പെട്ടു. അദ്ദേഹം വനത്തിലകപ്പെട്ട് വിശപ്പും ദാഹവും ഒക്കെ കൂടിയിട്ട് അദ്ദേഹം ഒരു ആലിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് സങ്കടം തോന്നി. കൊട്ടാരത്തെക്കുറിച്ച് ഓർമ്മ വന്നു, കൊട്ടാര നിവാസികളെ കുറിച്ച് ഓർമ്മ വന്നു. എന്ത് സുഖമായിട്ടായിരുന്നു ഞാൻ അവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ ഈ അറിവില്ലായ്മ എന്ന ഒരു അപകടം എന്നെ ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഇതാ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള ഒരു തലത്തിലേക്ക്, ജീവൻ കൂടി ഉപേക്ഷിക്കേണ്ട തലത്തിലേക്ക് അജ്ഞാനം എന്നെ ബാധിച്ചിരിക്കുന്നു. സങ്കടം തോന്നി. ഈ സമയത്ത് കുതിരക്കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ കച്ചവടക്കാരായ 2-3 യാത്രക്കാര് അതുവഴി വരുന്നു. ഇദ്ദേഹത്തെ കാണുന്നു. എന്തോ ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തോട് തോന്നിയിട്ട് ഒരു പാക്കറ്റ് ലേസും ഒരു കൊക്കോക്കോളയൊക്കെ കൊടുത്തു. ഭക്ഷണ പാനീയങ്ങളൊക്കെ കൊടുത്തു. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത്, ഇന്നത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ അതൊക്കെ കൊടുത്തു. അതാണെങ്കിൽ അദ്ദേഹം കഴിക്കുമെന്ന് തോന്നല്ല, വരരുചി അത് കഴിക്കാനും സാധ്യതയില്ല. എന്താണെങ്കിലും കുടിക്കാനും കഴിക്കാനും ഒക്കെ യാത്ര മധ്യേ ആ വ്യാപാരികൾ കൊടുത്തു. അദ്ദേഹം അതൊക്കെ കഴിച്ചു.
അത് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അല്പം ആശ്വാസമൊക്കെ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ വിഷമം പോകുന്നില്ല. യാത്രക്കാർ പോയി നോക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ മുകളിൽ 1-2 രക്ഷസുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നോ വന്ന് 2 രക്ഷസുകൾ വന്നു. അവരുമായിട്ടുള്ള സംഭാഷണമൊക്കെ കേട്ടു. എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര എന്ന് ചോദിച്ചപ്പോൾ ഈ വന്ന രക്ഷസുകൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ഞങ്ങൾ അവിടെ പോയിട്ട് ആ വിവരമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ശരി, എന്നാൽ നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. തിരികെ വന്നപ്പോൾ അവർ ചോദിച്ചു, എന്ത് കുട്ടിയാ? അപ്പോൾ പറഞ്ഞു, പെൺകുഞ്ഞാണ്. ആരായിരിക്കും? അവളുടെ ജാതകമൊക്കെ നോക്കിയോ, നിങ്ങൾ അറിഞ്ഞോ? പിന്നെ ഞങ്ങൾക്കറിയാം. ആരായിരിക്കും അവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ രക്ഷസുകൾ പറഞ്ഞു, അതോ, അത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാദയദാസുഖം. ഇതുപോലും അറിയാണ്ട് ഒരാൾ ഈ ആലിന്റെ താഴെ കിടപ്പുണ്ട്, അയാളാണ് ആ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു. വരരുചി ചാടി എണീറ്റിട്ടൊരു ഓട്ടമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഉത്തരം കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ ഉത്തരം? രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടിയോ? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാദയദാസുഖം. രക്ഷസ് പറഞ്ഞാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ വരരുചി അംഗീകരിച്ചു. ഓടുകയാണ് കൊട്ടാരത്തിലേക്ക്. ഓടി വരരുചി അവിടെ ചെന്നിട്ട് വിക്രമാദിത്യന്റെ സഭയിലേക്ക് കടന്നു ചെന്നിട്ട് പ്രഖ്യാപിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. രാജാവ് സമ്മാനങ്ങളൊക്കെ നൽകി. അന്നത്തെ ആ ഒരു പകൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വരരുചിക്ക് വലിയ സങ്കടമായി. ഈ കഥ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുക. അങ്ങനെയല്ലേ സീരിയലൊക്കെ നിൽക്കുന്നത്? കാരണം ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 മക്കളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ ഏതിനും ആ കുഞ്ഞിനെ കല്യാണം കഴിക്കണം എന്നുള്ളത് അതും കൂടി പറഞ്ഞു നിർത്തിയേക്കാം. നിങ്ങൾ ഇനി വിഷമിക്കണ്ട. ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കാം. 8:10 വിശക്കോ? 8:10 വിശക്കോ? ഇല്ല. അപ്പൊ നമുക്കൊരു, ഞാൻ ഈ 8 മണി ഇങ്ങനെ നോക്കിയിട്ടാണ്. അപ്പൊ ഈ വരരുചി സങ്കടപ്പെട്ടത് എന്തിനാന്ന് വെച്ചാല്, ഇന്നലെ ജനിച്ചൊരു കുഞ്ഞിനെ കല്യാണം കഴിക്കണം എന്ന് ആ രക്ഷസ് പറഞ്ഞത് ശരിയാവോ? ശരിയാവുകയാണെങ്കിൽ എത്ര കഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കാളും വലിയൊരു പണി ഒപ്പിച്ചു. വിക്രമാദിത്യനോട് പറഞ്ഞു, ഈ രാജ്യത്തിന് ദോഷം വരുന്ന ഒരു ജന്മം സംഭവിച്ചിട്ടുണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ വിക്രമാദിത്യന് വലിയ വിശ്വാസമായി. കാരണം നവരത്നങ്ങളിൽ ഒരാളാണ് പറയുന്നത്, വരരുചിയാണ് പറയുന്നത്. അങ്ങനെ പോയി ഭടന്മാര് ചുമതലപ്പെടുത്തി. ഭടന്മാർ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി നദീതീരത്ത് കൊണ്ടുവരുമ്പോൾ എന്തൊരു ചൈതന്യമാണ് കുഞ്ഞിന്റെ മുഖത്ത്. അവര് മനുഷ്യരാണല്ലോ, അവര് ശരിക്കും മനുഷ്യരാ. ആരായിരിക്കണം മനുഷ്യൻ? അരുളുള്ളവനാണു ജീവി. അവർക്ക് അരുള് വന്നു, സ്നേഹം വന്നു, അൻപ് വന്നു, അനുകമ്പ വന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കുഞ്ഞിനെ കൊന്നില്ല. അവരൊരു വാഴയുടെ തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടത്തിയിട്ട് ഒരു കത്തിച്ചു വെച്ച പന്തം ഒരു കുറ്റിയിൽ അങ്ങോട്ട് തറച്ചു. തറക്കണ സമയത്ത് ആ കുറ്റി കുഞ്ഞിന്റെ ശിരസിൽ ഒന്നുകൊണ്ട് നല്ലൊരു മുറിപ്പാട് വന്നു. ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ കൂടി അതിന്റെ യാത്ര. പക്ഷേ ഒരമ്മ അതിനെ രക്ഷപ്പെടുത്തുന്നു. ആ കുഞ്ഞ് വളർന്നു വലുതായിരിക്കുന്നു. കാലം കടന്നുപോയി. വരരുചി ഒരു യാത്രാമധ്യേ ഇവിടെ എത്തുന്നു. വരരുചി ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുന്നു. ഇതാണ് വിധിഹിതം. കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു നാളിങ്ങനെ വരരുചിയുടെ മടിയിൽ തലവെച്ച് പഞ്ചമി ഇങ്ങനെ കിടക്കുമ്പോൾ ആ തലമുടിയിഴകളിൽ മെല്ലെ മെല്ലെ തഴുകി തലോടുമ്പോൾ വരരുചിയുടെ കൈ എന്തിലോ ഒന്ന് ഉടക്കി. നോക്കിയപ്പോൾ നല്ലൊരു മുറിപ്പാട്, പഴയ പാട്. അപ്പോൾ അവളോട് കാര്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ അല്ല, എന്നെ ഒരാൾ രാജാവ് കൊല്ലാൻ കൊടുത്തു വിട്ടിട്ട് ഭടന്മാരുടെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ വന്നാണ്. അന്ന് അവർ തറച്ച പന്തം എൻ്റെ തലയിൽ കുത്തിക്കൊണ്ടതാണ്. അവൾ പറഞ്ഞും കേട്ടും അറിഞ്ഞ ചരിത്രം വരരുചിയോട് പറയുമ്പോൾ വരരുചിയുടെ ഉള്ള് പൊള്ളാൻ തുടങ്ങി. ഇതിനെന്താണ്? ഏത് ഗംഗയിൽ മുങ്ങിയാലും ഇതിന് പരിഹാരം തീർത്ഥാടനം തന്നെയാണ് പരിഹാരം. പഞ്ചമിയും കൂട്ടി ഇറങ്ങുകയാണ്. അങ്ങനെയാണ് മേഴത്തോൾ അഗ്നിഹോത്രി തുടങ്ങി, രജകൻ ഒളിയന്നൂർ തച്ചൻ തുടങ്ങി, പാക്കനാര് പാണനാര് വായില്ല കുന്നിലപ്പൻ വടുതല നായർ ഉപ്പുകൊറ്റൻ തുടങ്ങി 12 മക്കള് പെറ്റുപോകുന്ന സംഭവം കേട്ടോ. അത്രയും മതി കേട്ടോ. അത് ഇല്ലെങ്കിൽ രാമായണം മാറി പറയുപറ്റ വന്തിരൂലായി പോകും. നിങ്ങൾ പറയൂലേ നാളെ അയാൾ രാമായണം പറയാൻ വന്നിട്ട് പറയുപറ്റും. പക്ഷെ ഞാൻ രാമായണം ഇതിലേക്ക് കൊണ്ടുവന്ന കാര്യം ഇതാണ്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് വരരുചി അംഗീകരിച്ച, വിക്രമാദിത്യ സഭ അംഗീകരിച്ച, അവിടെ എന്താണ് പറഞ്ഞത്? സുമിത്ര എന്താണ് മകനോട് പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി, അച്ഛനെ പോലെ കാണണം നീ നിന്റെ ജ്യേഷ്ഠനെ. മാം വിദ്ധി ജനകാത്മജാം,
എന്നെ നീ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ കാണണം നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ. കണ്ടില്ലേ അങ്ങനെ തന്നെ? കാരണം ആഭരണങ്ങൾ കിട്ടുന്ന സമയത്ത് ശ്രീരാമൻ വിളിച്ചിട്ട് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നീ നിന്റെ ജ്യേഷ്ഠത്തിയുടെ ആണോ എന്നൊന്ന് നോക്കിക്കേ ലക്ഷ്മണ. രാമൻ അതിനുള്ള ശക്തിയില്ല. വാൽമീകി രാമായണം പച്ചയായ മനുഷ്യനെയാണ് അവതരിപ്പിക്കുന്നത്. അധ്യാത്മരാമായണം അവതാരമൂർത്തിയായ ദൈവിക ദൈവമായിട്ടുള്ള രാമനെയാണ് അവതരിപ്പിച്ചു തരുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യനായി അവതരിപ്പിക്കുമ്പോൾ പൂർണ്ണമായ മനുഷ്യന്റെ ചേഷ്ടകളും ഭാവങ്ങളും ഒക്കെ അവിടെ പ്രകടമാവുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ലക്ഷ്മണനോട് പറഞ്ഞു, നീ ആഭരണങ്ങളൊക്കെ നോക്കിക്കേ. താലിമാല എടുത്തു കാണിച്ചു പറഞ്ഞു, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല ജ്യേഷ്ഠ. അങ്ങനെ ഓരോ ആഭരണങ്ങളും കർണാഭരണം കാണിച്ചിട്ടും നിന്റെ ലക്ഷ്മണന് മനസ്സിലായില്ല. അവൻ ആകെ മനസ്സിലായത് പാദസരം കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതെന്റെ ജ്യേഷ്ഠത്തിയുടേതാണ്. കാരണം ആ പാദപത്മങ്ങൾ നിത്യം വന്ദിച്ച് പ്രണമിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠത്തി അമ്മയുടെ കാലിൽ ഈ പാദസരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ആ മുഖത്ത് പോലും ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, അമ്മയേക്കാൾ ഉപരി ജ്യേഷ്ഠത്തി അമ്മയെ സ്നേഹിക്കുന്ന സഹോദരന് ആ നല്ല പാഠം പകർന്നു കൊടുത്തത് ആരാ? അമ്മയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളൊക്കെ അത് മറന്നു പോകും പലപ്പോഴും. അമ്മയുടെ ചുണ്ടനക്കം കണ്ട് അക്ഷരം പഠിച്ചവരാണ് നാം ഓരോരുത്തരും, അല്ലേ? പക്ഷെ ഇന്ന് മക്കൾ വളർന്ന് വലുതായി വരുമ്പോൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുവാനും അതുപോലെ നിഷ്ഠൂരം ജന്മം നൽകിയ മാതാപിതാക്കളുടെ ജീവനെടുക്കാൻ മടി കാണിക്കാത്ത പുത്രനും പുത്രിയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ കലികാല വൈഭവ ലീലകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ അതിനൊക്കെയുള്ള പ്രതിവിധി എന്തെന്ന് കുഞ്ഞുനാളിൽ നമ്മുടെ മക്കൾക്ക് ഈ ഒരു സംസ്കാരം കൊടുക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഇതാണ്. അവര് നമ്മുടെ ആത്മീയ ശാസ്ത്രം പഠിച്ച് PhD ഒന്നും എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക. ഞാൻ ആരാണെന്ന് അറിയുക. ഞാൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം അവിടെ തീരും. ഞാൻ ആരാണെന്നുള്ള അന്വേഷണമൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമ്പാദി നിശാകരമുനി രാമായണത്തിന്റെ മറ്റൊരു മഹത്വമാണത്. സൃഷ്ടിയുടെ രഹസ്യത്തെ ഇത്ര ക്ലിയർ കട്ടായിട്ട് അനാവരണം ചെയ്യുന്നൊരു ഏരിയ വേറെ രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നിശാകരമുനി പറഞ്ഞു വെക്കുന്നുണ്ട്, ജടായു സമ്പാദി സഹോദര സ്നേഹത്തിന്റെ മറ്റൊരു മൂർത്തിമദ്ഭാവമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ അമ്മയുടെയും സഹോദരന്റെയൊക്കെ സ്നേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞു വെച്ചത്. മറ്റത് സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ പഠിച്ചെടുത്ത ലക്ഷ്മണൻ ഒരാവേശത്തിന്റെ പുറത്ത് ജ്യേഷ്ഠനോടുള്ള അമ്മ പഠിപ്പിച്ച നല്ല പാഠങ്ങളുടെ ഒരു പ്രായോഗിക പരിശീലനം കൂടിയായിരുന്നു അച്ഛനെതിരെയുള്ള പ്രതികരണം. ഒന്ന് കണക്കൂട്ടിയാൽ മതി. അവിടെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ, വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. അവിടെ ആ പിതൃതുല്യനായ സഹോദരന്റെ വാക്കുകള് എത്രത്തോളമാണ് ലക്ഷ്മണന്റെ ഹൃദയത്തെ സ്വാധീനിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വനവാസയാത്ര ആരംഭിച്ച് ഗംഗാനദിയുടെ തീരത്തെത്തി ശൃംഗിവേരപുരം എന്ന രാജ്യം, നിഷാദരാജ്യത്തിന്റെ രാജാവായ ഗുഹൻ രാമലക്ഷ്മണന്മാരെ സ്വീകരിക്കുവാൻ സർവ്വസന്നാഹങ്ങളോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇവർ കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് രാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് നിഷാദരാജാവായ ഗുഹൻ പറയുന്ന വാക്കുണ്ട്, പ്രഭു അങ്ങ് എത്തിയല്ലോ, അങ്ങിനി എങ്ങും പോകുന്നില്ല, അങ്ങ് ഈ രാജ്യത്തിന്റെ അവകാശം അങ്ങാണ്, അങ്ങ് ഈ നിഷാദരാജ്യം ഭരിക്കണം, ഇവിടെ അങ്ങയുടെ പ്രിയദാസനായിട്ട് ഞാനിവിടെ കഴിയാം, എനിക്കിത്ര സന്തോഷം തരുന്നൊരു കാര്യം വേറെയില്ല എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറയും, 14 വർഷം ഗ്രാമാലയങ്ങളിൽ നാം പ്രവേശിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഒപ്പം മറ്റുള്ളവരുടേതായിട്ടുള്ള ഒന്നും അന്യരുടെ ഒന്നും അനുഭവിക്കില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ പ്രിയമിത്രമല്ലേ, കെട്ടിപ്പിടിച്ചു. ഗുഹനെ കെട്ടിപ്പിടിച്ചിട്ട് ഗാഠം പുണർന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ രാജ്യമാണ്, പക്ഷെ ഇവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഇവിടെ കൃത്യമായിട്ടുള്ള ഭരണം നടത്തണം, ഞാൻ എൻ്റെ ദൗത്യമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരട്ടെ, നീ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ഈ രാജ്യത്തെ ഭരിക്കുക എന്ന് പറയുന്ന ഏരിയൊക്കെ ഉണ്ട്. എന്നിട്ട് സായം സന്ധ്യയൊക്കെ എടുത്ത സമയത്ത് ലക്ഷ്മണൻ ദർഭപ്പുല്ലൊക്കെ വിരിച്ചിട്ട് രണ്ടുപേരുടെ തളിരിലകളൊക്കെ വിരിച്ച് മെത്ത തയ്യാറാക്കി കൊടുത്തു. എന്നിട്ട് സീതയും രാമനും ആ പുൽമെത്തയില് തളിരിലകളുടെ പുറത്ത് കിടന്നുറങ്ങുമ്പോൾ അസ്ത്രശസ്ത്രധാരിയായി ലക്ഷ്മണൻ കാവൽ നിൽക്കുമ്പോൾ ഗുഹനും ഒപ്പം നിൽക്കുകയാണ്. രണ്ടുപേരും കാവൽ നിൽക്കുകയാണ്.
ശ്രീരാമനും സീതയ്ക്കും. ആ സമയത്ത് ഗുഹനങ്ങോട് ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. എത്ര സുഖ സൗകര്യങ്ങളോടുകൂടി കൊട്ടാരത്തിൽ ശയിച്ചിരുന്ന എൻ്റെ പ്രഭു കിടന്നുറങ്ങണം നോക്കിയേ. ലക്ഷ്മണ, നീ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണുനീർ വാർത്തുകൊണ്ട് ഗുഹൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ആ കൈകേയി അവളും മന്ത്രിയും കൂടി ഒരുക്കിയ കെണിയല്ലേ ഇത്, അവരെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കോപം കൊണ്ട് തിളയ്ക്കുന്ന ഗുഹനോട് ലക്ഷ്മണന്റെ ഒരു ഡയലോഗുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞോളൂ, അവിടെ അച്ഛനാണ് പോലും കൊന്നുകളയും ഞാൻ, എന്നിട്ട് ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകമൊക്കെ ഞാൻ നടത്തുമെന്ന് പറഞ്ഞ് തിളച്ച ആ ലക്ഷ്മണന് ശ്രീരാമൻ കൊടുത്ത സതുപദേശം എത്രത്തോളം ഹൃദയസ്പർശിയായിരുന്നു എന്നുള്ളത് തെളിയാനിവിടെ. അപ്പൊ അവിടെ പറയുകയാണ്, ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. ആരോട്? ഗുഹനോട് ലക്ഷ്മണൻ ഉപദേശിക്കുകയാണ്. ഭദ്രമതി ശൃണു, കേട്ടാലും, എൻ്റെ വാക്കുകൾ നീ കേട്ടാലും. അപ്പുറത്തെന്താ പറഞ്ഞ? മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ കേൾക്കണം. അത് ദേ ഇവിടെ എടുത്തു വെച്ച് അലക്കാണ് ലക്ഷ്മണൻ. പറയാണ്, ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. അങ്ങനെ പറയാം. അതായത് ഈ ഭൂമിയിൽ ഒരാൾക്കും മറ്റൊരാൾക്ക് സങ്കടം കൊടുക്കാനോ ദുഃഖം കൊടുക്കാനോ സാധിക്കില്ല. കാരണം അവൻ അതിനുള്ള ശക്തിയില്ല. ഇതൊക്കെ അവരവരുടെ കർമ്മഫലമനുസരിച്ചിട്ട് വിധിഹിതമായിട്ട് വന്നു ചേരുന്നതാണെന്ന് സമാധാനിക്കുക. അതുകൊണ്ട് കൈകേയി അമ്മയൊന്നും കുറ്റം പറയണ്ടാട്ടോ. അച്ഛനവരെ ചീത്ത വിളിച്ച ലക്ഷ്മണന്റെ മാറ്റവും നോക്കിയ നിങ്ങൾ. അപ്പൊ അതാണ് സഹോദര ബന്ധങ്ങളുടെ മാസ്മരികമായ ഭാവത്തിലേക്ക് മാനവരാശിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന മഹത്വമാണ് രാമായണം. അപ്പൊ അവിടെ സഹോദര ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ കർത്തവ്യം പരിപൂർണമാക്കാം. ജഡായു സമ്പാദി കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരാണ്. രണ്ടുപേരും അവരവരുടെ ശക്തിയും ബലവും വേഗവും പരീക്ഷിക്കാനായിട്ടൊരു മത്സരം വെക്കുന്നു. പറന്നുയരുകയാണ് ആകാശത്തേക്ക്. അങ്ങനെ പറന്നുയർന്നുയർന്നുയർന്ന് സൂര്യമണ്ഡലത്തിനടുത്തെത്തുമ്പോൾ ജഡായുവിന്റെ ചിറകിന് തീപിടിക്കുന്നത് കണ്ട സമ്പാദി സ്വജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് തന്റെ സഹോദരനെ രക്ഷിക്കണമെന്നൊരൊറ്റ ചിന്തയിൽ ആ ജഡായുവിന്റെ മുകളിൽ പറന്നുയർന്നു നിന്ന് ചിറക് കരിഞ്ഞ് താഴേക്ക് വീഴുകയാണ് വിന്ധ്യാചല പർവ്വതത്തിൽ. അത് സമ്പാദി തന്നെ പറയുന്ന കഥയായിട്ടാണ് സമ്പാദി വാക്യം എന്ന് രാമായണത്തിന്റെ ഏരിയയിൽ പറയുന്നത്. അപ്പൊ അവിടെ പറയുകയാണ്, അവൻ എന്ന് പറഞ്ഞ ജഡായു ചിറക് കരിയാതെയും ചിറക് രണ്ടും നഷ്ടപ്പെട്ട് ഞാനും വിന്ധ്യാചല പർവ്വതത്തിന്റെ മുകളിൽ പതിച്ചു. 1-2 നാൾ കഴിഞ്ഞു കാണും. ബോധം വീണു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പക്ഷിക്കേറ്റവും പ്രിയപ്പെട്ടത് പക്ഷങ്ങളാണ്. ആ പക്ഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ഞാൻ നടന്നു ദിക്കറിയാതെ. ഒടുവിൽ വിധിഹിതമെന്ന വണ്ണം ഞാൻ നിശാകരമുനിയുടെ ആശ്രമത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. നിശാകരമുനിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഹേ സമ്പാദി, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിന്നെ ആരാണ് ഇങ്ങനെ വിരൂപനാക്കിയത്? വൃത്താന്തമെല്ലാം ഞാൻ പറഞ്ഞു. അവിടെ നിശാകരമുനി എനിക്ക് നൽകിയ ഉപദേശമുണ്ട്. ഇതാണ് ഉപദേശം. ദേഹമാണ് ദുഃഖത്തിന് കാരണം എന്ന് നീ അറിയുക. ദേഹമോർത്താലോ ദേഹമോർത്തിയിടിയിൽ നിർണയം കർമ്മസംഭവം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്ലോകം ചൊല്ലി അത്രയോട് നേരം പോകും. അപ്പോൾ സർവ്വദുഃഖത്തിനും കാരണം ദേഹങ്ങളാണ്. ഈ ശരീരബോധവും ഈ ശരീരം സത്യമാണെന്നുള്ള പാഞ്ഞലച്ചിലും ഈ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അക്രമവും അഴിമതിയും ധാർഷ്ട്യവും ക്രോധവും വെട്ടിപ്പിടിക്കലും തട്ടിപ്പറിക്കലും പൂഴ്ത്തിവെക്കലും ഒക്കെയാണ് മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുന്ന കർമ്മപരിപാടികളെന്ന് തിരിച്ചറിയുക. ഈ ഒരു രാമായണം നമുക്ക് പകർന്നു നൽകുന്ന അറിവാണ് ഈ ഏരിയയിൽ. എന്നിട്ട് പറയും എങ്ങനെയാണ് സൃഷ്ടി സംഭവിക്കുന്നത്. മനുഷ്യന്റെ ആ ദുഃഖത്തിന്റെ കാരണം വിശദീകരിക്കുമ്പോൾ സൃഷ്ടിയുടെ രഹസ്യം കൂടി അവിടെ അനാവരണം ചെയ്യുന്നുണ്ട്. അതായത് ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറെ ദൂരമുണ്ട് അതിലേക്ക്. എങ്കിലും ചുരുക്കി പറയുകയാണ്, ഒരു പുരുഷന്റെ ബീജം സീമന്തിനി യോനിയിൽ പതിക്കുന്ന ഒരു സ്ത്രീയുടെ യോനിയിൽ പതിച്ചിട്ട് യോനീരക്തവുമായി കൂടിച്ചേർന്ന് ഒരു ദിവസം കൊണ്ട് അതൊരു ഗർഭപിണ്ഡമായിട്ട് മാറുന്നു. ഒരു 5 ദിവസം കൊണ്ട് അതൊരു കുമിളയുടെ ആകൃതിയാകുന്നു. അടുത്തൊരു 5 ദിവസം കൊണ്ട് അതൊരു മാംസപേശിയാകുന്നു. അടുത്ത 15 നാൾ കൊണ്ട് അതിൽ രക്തം നിറയുന്നു.
അടുത്ത 3 മാസം കൊണ്ട് അതിൽ ജീവചലനത്തിന്റെ ചെറു സാധ്യതകൾ പൊട്ടിവിടരുന്നു. ഇങ്ങനെ വിശദീകരിച്ച് അങ്ങോട്ട് പോകണുണ്ട്. കൈകാൽ വരണതും 8-ാം മാസത്തിൽ തലമുടി വരണതും എല്ലാം പറയുകയാണ്. ആ ഒരു ഭ്രൂണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്ത് വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും വളരെ കൃത്യമായിട്ട് 5-ാം മാസത്തിൽ പല്ലു വരും എന്ന് പറയുന്നുണ്ട് രാമായണം. നമുക്ക് വിശ്വാസം തോന്നുന്നില്ലേ? പല്ലു വരും എന്ന് പറയുമ്പോൾ കാണത്തക്ക രീതിയിലല്ല, ഉള്ളില് അതിന്റെ സെറ്റപ്പൊക്കെ വേണമല്ല, അത് മുളയ്ക്കണ കാര്യമാണ് പറയണത്. പല്ല്, ഗുഹ്യം, കാത്, കണ്ണ് എന്നൊക്കെ അതിരിക്കട്ടെ. അപ്പൊ അതിലേക്ക് വിശദീകരിച്ച് പോകുന്നില്ല. ഇത് ശ്രീനാരായണ ഗുരുദേവന് നമ്മളോട് പറയുന്നുണ്ട്, ദേഹമാണ് ദുഃഖത്തിന് കാരണമെന്ന്. ദേഹം നിജമല്ല ദേഹിയൊരുവനീ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ. കുണ്ടലിന്റെ പാട്ടില് ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി ഈ സംഭവത്തെ എത്ര ലളിതമായിട്ടാണ് ഗഹനമായ ഈ വിഷയത്തെ പിണ്ടനന്ദി എന്ന കൃതിയിലും ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിശാകരമുനി ഇവിടെ പറയുകയാണ് സമ്പാദിയോട്, നിന്നോട് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. വാനരന്മാര് സീതാന്വേഷണത്തിനായിട്ട് നിന്റെ അടുക്കൽ എത്തിച്ചേരും. ആ സമയത്ത് സീതയുള്ള ദിക്കും അവർക്ക് പോകാനുള്ള മാർഗവുമൊക്കെ നീ ഉപദേശിച്ചു കൊടുക്കുന്ന വേളയിൽ നിനക്ക് ചിറകുമുളക്കാൻ തുടങ്ങും സമ്പാദി. ഇത് വാനര സൈന്യം എത്തിച്ചേരുമ്പോൾ, അങ്കദന്റെ ഒക്കെ നേതൃത്വത്തിൽ വാനര സൈന്യമൊക്കെ എത്തിച്ചേരുമ്പോൾ സമ്പാദി വാനരന്മാരോട് ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, അന്ന് ആ താപസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോട് ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ശ്രീരാമദേവന്റെ അനുഗ്രഹത്താല് എനിക്ക് ചിറക് മുളക്കുന്നത് കണ്ടോ, എന്റെ ചിറകുകളൊക്കെ മുളക്കാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ടോ? ഇതാണ് ശ്രീരാമ തത്വത്തെ ശ്രവിക്കുകയും മനനം ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം, ചിറകാണെങ്കിൽ ചിറക്, പറക്കാനാണെങ്കിൽ പറക്കാൻ, അതിനുള്ള അനുഗ്രഹമൊക്കെ കിട്ടുമെന്ന് സമ്പാദി വാക്യം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇപ്രകാരം ശ്രീരാമദേവന്റെ കഥ, അത് ഞാൻ പറഞ്ഞു, രാമായണം 322ഓളം രാമായണങ്ങളുണ്ട്. അപ്പൊ അതില് പല ഭാഗത്തും പല രീതിയിലൊക്കെ പറഞ്ഞാലും തത്വം ഒന്ന് തന്നെയാണ്. സർവപ്രകാരേണയുള്ള ജീവരാശിയുടെ മംഗളത്തെയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രീരാമദേവന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും സഞ്ചാരത്തെ പോകുന്ന വഴിയിലുള്ള ഓരോരുത്തരുമായി കണ്ടുമുട്ടുമ്പോൾ മഹത്തരമായ ഓരോ സന്ദേശം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് രാമായണം പുരോഗമന ജീവിതത്തെ, നമ്മുടെ ജന്മത്തെ മഹത്വപൂർണ്ണമാക്കാൻ, ഞാൻ ആരാണെന്നൊരു അറിവിലേക്ക് കൂടി രാമായണം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നിശാകരമുനിയുടെ ഈ ഒരു ജന്മരഹസ്യം അന്വേഷിച്ചാൽ, ഞാൻ ആരാണെന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാ സംഭവിച്ചത്? അത് അച്ഛന്റെ ബീജവും അമ്മയുടെ രക്തവും കൂടി കലർന്നിട്ടാണ് സംഭവിച്ചത്. അതെങ്ങനെയാ സംഭവിച്ചത്? അവർക്ക് ബീജോത്പാദനത്തിനും രക്തോത്പാദനത്തിനുമുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? അത് അവർ അന്നം കഴിച്ചിട്ടാണ്. അന്നം എവിടെ നിന്ന് ഉണ്ടായത്? അന്നം മഴയിൽ നിന്ന് ഉണ്ടായത്. മഴ എവിടെ നിന്ന് ഉണ്ടായത്? മഴ അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. അഗ്നി എവിടെ നിന്ന് ഉണ്ടായത്? അഗ്നി വായുവിൽ നിന്നാണ് ഉണ്ടായത്. വായു എവിടെ നിന്ന് ഉണ്ടായത്? വായു ആകാശത്തു നിന്നാണ് ഉണ്ടായത്. ആകാശം എവിടെ നിന്ന് ഉണ്ടായത്? ആകാശം മായയിൽ നിന്നാണ് ഉണ്ടായത്. മായ എവിടെ നിന്ന് ഉണ്ടായത്? മായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ഇനി ചോദിക്കരുത്, അത് പരമകാരണമാണ്, അതിനപ്പുറത്തേക്ക് കാരണമില്ല. അപ്പൊ നാം ആരാ? ഞാൻ ആരാ? ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഒരു റിവേഴ്സ് ഓർഡറിൽ ഒരു യാത്ര നടത്തിയതാണ്. ഞാൻ ആരാണ്? അഹം ബ്രഹ്മാസ്മി എന്ന ആ പാരമാർത്ഥികമായ സത്യത്തിലേക്ക് നിശാകരമുനി രാമായണ മഹത്വത്തിലൂടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഏതിനും ധന്യമായ ഈ സായം സന്ധ്യയില് നിങ്ങളുടെ മുൻപിൽ വീണ്ടും ഒരിക്കൽ കൂടി 1-2 വാക്ക് പറയാൻ സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയും ഗുരുവിന്റെ കാരുണ്യവുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സംഘാടക സാരഥികൾക്ക് നിസ്സീമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എന്നെ സശ്രദ്ധം ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഈശ്വരകാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
ധാരാഭാഷ ഇവിടെ നല്ലൊരു ക്ലാസ് എടുത്തു. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഷോർട്ടായിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 8:30 വരെയൊക്കെ പോകാവുന്നതാണ്. ഏതായാലും അദ്ദേഹം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാമായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മളെല്ലാവരും വേറെ ശൈലിയിൽ കൂടി അദ്ദേഹം നമ്മളെ മനസ്സിലാക്കിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അദ്ദേഹം ഈ ക്ലാസ് എടുത്ത SNBC യോഗത്തിൻ്റെ പേരിലും SNDP യോഗത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഔഷധക്കഞ്ഞി ആസ്വദിക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. നാളത്തെ പരിപാടി രാമായണ മാസവും ആരോഗ്യ പരിപാലനവും എന്നതാണ് വിഷയം. ഇത് അവതരിപ്പിക്കുന്നത് ഒരു ഡോക്ടറാണ്, ഒരു ആയുർവേദ ഡോക്ടറാണ് നാളത്തെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. നാളെയും കൃത്യം 7 മണിക്ക് എല്ലാവരും സന്നിഹിതരാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.